ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ അഡോപ്ഷൻ കർവിനെ കുറിച്ച്. അതായത് മാർക്കറ്റിൽ വലിയ രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട്, നമുക്കറിയാമല്ലോ. ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റിൽ മാറ്റം വരുന്നുണ്ട്, കസ്റ്റമർ ബിഹേവിയറിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു ട്രെൻഡ് ചേഞ്ച് കൊണ്ടുവരാം. നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് നമ്മൾ എപ്പോൾ മാറ്റം കൊണ്ടുവരണം, എപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമല്ലയോ, ഇതിനെക്കുറിച്ചൊക്കെ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അഡോപ്ഷൻ കർവ് എന്ന് പറയും. അഡോപ്ഷൻ കർവ്. സോ ഇതിനെ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടാണ് നമ്മൾ അഡോപ്ഷൻ കർവിനെ വിശദീകരിക്കാൻ പോകുന്നത്. എന്താണ് അഡോപ്ഷൻ കർവ് എന്നുള്ളത് നമുക്ക് വിശദമാക്കാം. അതായത് അഡോപ്ഷൻ കർവ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനകത്ത് അല്ലെങ്കിൽ നിലവിലെ ജീവിത സാഹചര്യത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചേഞ്ച് ഒരാൾ കൊണ്ടുവരുന്നു, ഒരു ബിസിനസ്സിൽ ഒരാൾ കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചോ ആണെങ്കിൽ സമൂഹം അത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 10 ലക്ഷമുള്ള മാർക്കറ്റിനകത്ത് 10 ലക്ഷം ആളുകളുള്ള സ്ഥലത്ത് ഓരോരുത്തരും നിങ്ങളുടെ മാറ്റത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? നോർമലി എങ്ങനെയാണ് മാർക്കറ്റ് നമ്മളുടെ മാറ്റത്തോട് പ്രതികരിക്കുക, ഓരോരുത്തരും എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നതാണ് ഈ അഡോപ്ഷൻ കർവിലൂടെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. സോ ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ ഈ രീതിയിൽ റെഡിയായിട്ട് മാറാൻ റെഡിയാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിനകത്ത് ആദ്യം പറയുന്നൊരു വിഭാഗം, ഇവർ കുറേ കാറ്റഗറീസ് ആയിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരും നമുക്കിങ്ങനെ വരച്ച് കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റും. സോ എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് മാർക്കറ്റിൽ മാറ്റം വരുന്നത്, ആരൊക്കെയാണ് മാർക്കറ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ഒരു മാർക്കറ്റിനകത്തേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഇതുവരെ മാർക്കറ്റ് ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു. നിങ്ങൾ ക്യാമറയിലാവട്ടെ, വണ്ടിയിലാവട്ടെ, ഇനി അതിൽ വേറെ ഏതെങ്കിലും ടെക്നോളജിയിലാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഏതൊരു മേഖലയിലേക്കും നമ്മളൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ മാറ്റത്തെ സ്വീകരിക്കുന്നത് 2.5% ആളുകളാണ്. 2.5%. 2.5% ആളുകൾ. ഈ 2.5% ആളുകൾ ഇവരുടെ പ്രത്യേകത, ഈ 2.5%ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ ലോകത്ത് സംഭവിക്കുന്ന ഏതൊരു കാര്യത്തെയും ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് എന്ത് മാറ്റത്തെയും ആദ്യം സ്വീകരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. ഇവർ ഭയങ്കര ടെക് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ടെക്നിക്കലി ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. ഇവർ ഓരോ ടെക്നോളജിയും എക്സ്പെരിമെൻ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവരെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഇന്നോവേറ്റേഴ്സ്. ഇന്നോവേറ്റേഴ്സ് എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. അതായത് ഏതൊരു കാര്യത്തെയും വളരെ ഇന്നോവേറ്റീവായിട്ട് സമീപിക്കുകയും ഇന്നോവേറ്റീവായിട്ട് അതിനെ ഗ്രാബ് ചെയ്യാൻ ഇഷ്ടത്തോടുകൂടി കാത്തിരിക്കുകയും ചെയ്യും. എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇനി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരത് ടെസ്റ്റ് ചെയ്ത് നോക്കും, അവരത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള ടെക്നിക്കൽ എന്തൂസിയാസം ഉള്ള ആളുകളായിരിക്കും ഈ ആളുകൾ, ഈ 2.5% ആളുകൾ. പക്ഷേ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതുപോലെ വേറൊരു പ്രോഡക്റ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ആദ്യം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ടീമായിരിക്കും ഇതിനെ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടീം ഇതിന് വളരെ ഹാപ്പി ആയിട്ട്, ഇവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് ആളുകൾ പോകുള്ളൂ. നമ്മൾ നെക്സ്റ്റ് ലെവലുള്ള ആളുകളുടെ പെർസെൻറ്റേജ് എത്രയാണ്? 13.5%. 13.5% ആണ് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏർലി അഡോപ്റ്റേഴ്സ്. ഏതൊരു കാര്യവും എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ആളുകളാണ് ഇവർ. 13.5% ആളുകളായിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഈ ഏർലി അഡാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും ബിസിനസ് മേഖലയിലും ഇവർ വലിയ വിഷണറി ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. ബിസിനസ്സിൽ എപ്പോഴും വലിയ വലിയ സക്സസ് കൊണ്ടുവരുന്നത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വലിയ വിഷണറി ആയിരിക്കും. ഇവർ എങ്ങനെയാണ് വിഷണറി ആവുന്നത്? കാരണം അതായത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു ടെക്നോളജി പുതുതായിട്ട് കണ്ടുപിടിച്ചു. ആ ടെക്നോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇന്നോവേറ്റേഴ്സ് ആയിരിക്കും. ഈ 2.5% ആളുകൾ അത് ടെസ്റ്റ് ചെയ്യും, അത് വാങ്ങിക്കും. അവരുടെ എക്സ്പീരിയൻസ് ആണ് ആര് നോക്കുക? അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ്, അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണ്, അവർക്കത് ഉപകാരപ്പെട്ടോ ഇല്ലയോ, ആ ബിസിനസ്സിനകത്ത് അല്ലെ ആ പ്രോഡക്റ്റിനകത്ത് അവർക്ക് എഫക്റ്റീവ് ആയോ ഇല്ലെന്ന് ആര് നോക്കും?
ഏർലി അഡോപ്റ്റേഴ്സ് നോക്കും. ഇവർ നോക്കി ഈ പറയുന്ന 2.5% ആളുകൾ ഇതിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ, അവർക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് അതിൻ്റെ ബിസിനസ് മോഡൽ ആദ്യം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിലേക്ക് ബിസിനസ് മോഡൽ കൊണ്ടുവരുന്നത് ആരായിരിക്കും? ഏർലി അഡോപ്റ്റേഴ്സ് ആയിരിക്കും. പലപ്പോഴും പല ടെക്നോളജി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും പല ബിസിനസ്സിലും പിന്നീട് വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? സെക്കൻഡ് മൂവേഴ്സാണ്. അതായത് ഫസ്റ്റ് തുടങ്ങിയ ആളുകൾ മാർക്കറ്റ് അതിനനുസരിച്ച് മെച്യൂർ ആയിട്ടുണ്ടാവില്ല. ഈ 2% ആളുകൾ മാത്രമേ അത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. മാർക്കറ്റിൽ ആ കോൺസെപ്റ്റ് അതിനനുസരിച്ച് ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. മാത്രമല്ല അത് ഫുൾ വേർഷനും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ടെസ്റ്റേഴ്സ്, ഇന്നോവേറ്റേഴ്സിൻ്റെ അകത്ത് ആളുകൾ വരുമ്പോഴേക്കും അവരത് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം സക്സസ് ആവില്ല. നേരെ മറിച്ച് പ്രൂവ് ചെയ്ത സാധനം ആദ്യം മാർക്കറ്റിൽ കൊണ്ടുവന്ന് അതിന് വൈഡായിട്ട് മാർക്കറ്റ് ചെയ്ത് വലിയ ഗ്രോത്ത് ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ 13% ആളുകൾ. സോ നിങ്ങളുടെ ബിസിനസ് ഈ 13% ആളുകളായിരിക്കും നമ്മുടെ അതായത് ഇവരുടെ സക്സസ് നോക്കിയിട്ട് എന്തൊരു സാധനത്തെയും ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്ത് അതിലൂടെ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എടുക്കുന്നത് ഏർലി അഡോപ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർ മിസ്റ്റേക്കുകൾ ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ ഈ ടെക്നോളജിയുടെ ചേഞ്ചിൻ്റെ ബെനിഫിറ്റും ഗ്രോത്തും അവർ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാമത്തെ കാറ്റഗറിയെ കുറിച്ചാണ്. ഇവരെ നമ്മൾ പറയുന്ന പേരാണ് ഏർലി മെജോറിറ്റി. അത് തുടക്കത്തിലുള്ള ഭൂരിപക്ഷം. അതായത് ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഈ 2.5% ആളുകളാണ് അതിൽ ആദ്യം ഗ്രാബ് ചെയ്യുക. അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വേഗം നല്ലതാണെങ്കിൽ ഉപയോഗിക്കും, അഥവാ നല്ലതല്ലെങ്കിൽ അതിൻ്റെ പരിക്ക് ഇവർക്ക് പറ്റും. എന്നാൽ ഏർലി അഡോപ്റ്റേഴ്സ് അത് നല്ലതാണെങ്കിൽ വലിയ രീതിയിൽ പെട്ടെന്ന് ഗ്രാബ് ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആദ്യം യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ ഈ ഏർലി മെജോറിറ്റി ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും? 34% ആളുകളാട്ടോ. 34% ആളുകൾ ഏർലി മെജോറിറ്റി. അതായത് ഇന്നോവേറ്റേഴ്സും ഓക്കെ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ടെക്നോളജിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് പുതിയൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏർലി അഡോപ്റ്റേഴ്സും ഓക്കെ പറഞ്ഞു, അവർ നല്ല ഫീഡ്ബാക്ക് ആണെങ്കിൽ മാത്രമാണ് ഇവരെന്ത് ചെയ്യുള്ളൂ, അത് എടുക്കുള്ളൂ. ഇവർക്ക് കുറച്ച് പേടിയാണ്, ഇവരുടെ കാര്യത്തെക്കുറിച്ച് കുറച്ച് പേടിയാണ്, റിസ്ക് എടുക്കാൻ ഇവർക്ക് തരില്ല. എന്നാൽ ഇന്നോവേറ്റേഴ്സ് ആയ ആളുകൾ വളരെ വലിയ റിസ്ക് എടുക്കും. ഏത് റിസ്ക് അവരെടുക്കും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് റിസ്ക് ഉണ്ടാവും. എന്നാൽ ഏർലി അഡോപ്റ്റേഴ്സ് അങ്ങനെയല്ല, ഇവരുടെ ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെടുക്കുക. പക്ഷേ മെജോറിറ്റി ആളുകളും അതിനെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. മെജോറിറ്റി ആളുകൾ അപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അത് നടക്കില്ല, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണെങ്കിലും ഏർലി അഡോപ്റ്റേഴ്സ് അത് എടുത്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ആദ്യം ഏറ്റവും കൂടുതൽ വലിയൊരു പോപ്പുലേഷനിൽ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇനിയാണ് ഏർലി മെജോറിറ്റി. ഏർലി അഡോപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വേഗം ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് ഏർലി മെജോറിറ്റിയിലാണ്. അപ്പോഴേക്കും ഇത് മാർക്കറ്റിലൊക്കെ വലിയൊരു ബഹളമായി. ആ ഒരു മാർക്കറ്റിനെ നോക്കൂ നിങ്ങൾ, 34, 13, 5, 2.5%, ഏകദേശം 50%-ലേറെ ആളുകൾ എന്ത് ചെയ്തു? ടോട്ടൽ സൊസൈറ്റീൻ്റെ 50%-ലേറെ ആളുകൾ ഈ സൈഡിലേക്ക് വന്നു. ഇവരാണ് ടോട്ടൽ 50%. അത് മെജോറിറ്റി ആളുകളും എന്ത് ചെയ്തു? ഈ ടെക്നോളജിയോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഇതിലേക്ക് വരാത്ത, അപ്പോൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സാപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ എല്ലാവരും ERP ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് മാറാൻ തുടങ്ങി, കോണ്ടന്റ് മാർക്കറ്റിലേക്ക് മാറാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ടെക്നോളജി വെച്ചൊന്നും കച്ചവടം നടക്കാൻ പറ്റൂല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ടെക്നോളജി വെച്ചും റോബോട്ടിനെ വെച്ചും നടക്കാൻ പറ്റില്ല. അതിനൊക്കെ ആളുകൾ നമ്മുടെ കണ്ണില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നേ. നമ്മൾ ഡെയിലി പോകണം, രാവിലെ 9 മണിക്ക് കുളിച്ച് മാറ്റി പോകണം, വൈകുന്നേരം 8 മണി 9 മണി ഓഫീസിൽ നിന്ന് ഇരുന്ന് തലകുത്തി പണിയെടുക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇതൊന്നും മാറ്റത്തിന് മൈൻഡ് ഒരു ഘട്ടത്തിൽ പോലും റെഡി അല്ലാത്ത ആളുകൾ ബിസിനസ്സിലുണ്ടാവും. ടെക്നോളജി കൊണ്ടുവരാൻ മടിയാണ് അവർക്ക്, നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ മടിയാണ് അവർക്ക്, അവർ ചെയ്യുന്ന ബിസിനസ്സിനകത്തേക്ക് പുതിയ ടീമിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ മടിയാണ്, അതുപോലെ തന്നെ സക്സഷൻ പ്ലാനിങ്, നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ലീഡേഴ്സിനെ കൊണ്ടുവരാൻ മടിയാണ്. കൺസർവേറ്റീവ് പീപ്പിൾ, അതായത് ഇവർ പഠിച്ചു വെച്ചതാണ് ശരി, ഇവർ മനസ്സിലാക്കി വെച്ചതാണ് ശരി, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ മുൻപുള്ള ആളുകളുടെ ഭക്ഷണശീലമാണ് ഏറ്റവും നല്ലത്, മുമ്പുള്ള ആളുകളുടെ ജീവിതശൈലിയാണ് ഏറ്റവും നല്ലത്, മുൻപുള്ള ആളുകൾ മാത്രമാണ് ശരി, ഇപ്പോൾ ആളുകളെല്ലാം ശരിയല്ല, പുതിയതൊന്നും ശരിയേ അല്ല, പുതിയ ടെക്നോളജി ശരിയല്ല, പുതിയ മാർക്കറ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് അവസാനം മൊബൈൽ ഫോൺ എതിർക്കും, അതുപോലെ തന്നെ ടെക്നോളജി വരുമ്പോൾ എതിർക്കും, എല്ലാം എതിർത്ത് അവസാനം മക്കളെല്ലാം ഗൾഫിൽ പോകുമ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവസാനം ഇവർ മൊബൈൽ ഫോൺ വാങ്ങും. എല്ലാവരും പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഒഴിവാക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇവരെന്ത് ചെയ്യുക? ഈ സാധനമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവരെയാണ് നമ്മൾ പറയുന്നത് കൺസർവേറ്റീവ് പീപ്പിൾ. ഇതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ ഇതുപോലെ തന്നെ 34% ആളുകളുണ്ട്. ഇതായത് എല്ലാവരും മേജർ പോർഷനും ഈ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ലേറ്റായിട്ട് സാവധാനം ഇതിലേക്ക് ഇരുന്നാണ്. ഇവരെ നമുക്ക് വിളിക്കുന്ന പേരും അത് തന്നെയാണ്, ഇവരെ പേരും അത് തന്നെയാണ്, ലേറ്റ് മെച്യൂരിറ്റി. അതായത് ഒരു മൊബൈൽ ഫോൺ വന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി വന്നു,
ഒരു സിസ്റ്റം വന്നു. ആദ്യം 2.5% ആളുകൾ അത് ഗ്രാബ് ചെയ്യും, എടുക്കും, ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ഏർലി അഡാപ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് മാർക്കറ്റിൽ വൈഡായിട്ട് അത് എളുപ്പത്തിൽ അത് സ്വീകരിക്കും. അത് മാർക്കറ്റിൽ കുറച്ചൊന്ന് ട്രെൻഡായി എന്ന് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും, ഏർലി മെജോറിറ്റി ചാടി കയറിയിട്ട് അത് മുഴുവനും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോഴേക്കും ഒരു പകുതിയിലേറെ ആളുകൾ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നാൽ മാത്രമേ ഇവർക്ക് കോൺഫിഡൻസ് വരും. അത് പകുതി ആളുകളും 100 ആളുടെ 50 ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ഈ ടെക്നോളജി വാങ്ങിക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ, ഇവർക്ക് ഇതിലേക്ക് മാറാൻ റെഡി ആവുള്ളൂ. അത് വരെ ഇവർക്ക് പേടിയാണ്. ഈ പേടിയുള്ള ആളുകൾ നമ്മളെന്ന് പറയുന്നത് ലേറ്റ് മെജോറിറ്റി പീപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അതിലേക്കും എത്താത്ത ആളുകളുണ്ട്. ഒരു 16% ആളുകളുണ്ട് ഇവിടെ. 16% ആളുകൾ, ഇവരെ പറയുന്ന പേരാണ് ലെഗാർഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗിങ് പീപ്പിളാണ്. ലാഗാർഡ്സ് ഭയങ്കര ലാഗിങ് ആയിട്ട്, അതായത് എല്ലാം അവസാനം. അതായത് മൊബൈൽ ഫോണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്നത്, ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നത്, അത് ഇവർ മൊബൈൽ ഫോണിലേക്ക് മാറുന്നു. മൊബൈൽ ഫോണൊന്നും ശരിയില്ല, കത്തും അതുപോലെ തന്നെ ഇല്ലൻ്റൊക്കെ എഴുതിയാലേ ഒരു സുഖം കിട്ടത്തുള്ളൂ. കത്തിലൂടെ സംസാരിക്കുന്നതിൻ്റെ സുഖം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ തൊടില്ല എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ ഫോൺ വെക്കുന്ന എപ്പോഴാണ്? എല്ലാവരും ഫോൺ ഒഴിവാക്കുന്ന കാലത്ത്. എല്ലാവരും മൊബൈൽ ഫോണിൽ കേബിൾ ഫോണൊക്കെ ഒഴിവാക്കുന്ന കാലത്തായിരിക്കും ഇവർ ഫോൺ വെക്കുക. ഇനി ഇവർ ആദ്യം ഫീച്ചർ ഫോണോ വാങ്ങിക്കുക. ഫീച്ചർ ഫോൺ വെച്ച് ഞെക്കി തോണ്ടി വിടുന്നതിന് അതാ അപ്പുറത്ത് പ്രശ്നമുണ്ട്, ഇപ്പുറത്ത് പ്രശ്നമുണ്ട്, ഫോൺ ലീക്കാവും, ആളുകൾ നശിക്കും, ഗെയിം കളിക്കും, ഇങ്ങനെ ഇവർ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ ഉപയോഗിക്കാതിരിക്കും. ഇവർ ഫീച്ചർ ഫോൺ വാങ്ങുന്നത് എപ്പോഴാണ്? എല്ലാവരും ഫീച്ചർ ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് സ്മാർട്ട് ഫോണിലേക്ക് വാങ്ങുന്ന സമയത്താണ് ഇവർ വാങ്ങുക. അതായത് ഇവർ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. എന്നും നിങ്ങൾക്ക് മാർക്കറ്റ് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും, കസ്റ്റമർ എന്നും നിങ്ങൾക്ക് പ്രശ്നക്കാരായിരിക്കും, ഒരു പരിധി വിട്ട് ലാഭത്തിലൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റില്ല, ലോ മാർജിനിൽ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുകയാണെങ്കിൽ ശരി, ഇതാണ് സോഷ്യൽ അഡോപ്ഷൻ കർവ്. നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റോ സർവീസോ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ ശരി, ആദ്യമായിട്ട് നിങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക്, ഈ പറയുന്ന 2.5% ആളുകളെ ആയിരിക്കും ഇത് നിങ്ങളുടെ സ്വീകരിക്കാനുണ്ടാവുള്ളൂ. ഇവർ സക്സസ് ആയാൽ മാത്രമാണ് ഏർലി അഡോപ്റ്റേഴ്സ്. ഇവരിൽ നിന്നും സക്സസ് ആയാൽ ഏർലി മെജോറിറ്റി സ്വീകരിക്കും. ഏർലി മെജോറിറ്റിയും ഓക്കെ ആയി എന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാലാണ് ലേറ്റ് മെജോറിറ്റി ഇതിലേക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതും കഴിഞ്ഞ് അവസാനമാണ് ലാഗാർഡ്സ് എത്തിയത്. അവർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അവർ ഏറ്റവും അവസാനം. പക്ഷേ ഇവരെത്തുമ്പോഴേക്കും ഈ മേഖലയിലൊക്കെ ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ടാകും, ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ടാകും. സോ നമ്മൾ സൊസൈറ്റിയിലെ ഈ പറയുന്ന തേർഡ് പോർഷനിലേക്കെങ്കിലും നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, ഏറ്റവും പുതിയ മാറ്റങ്ങൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. സോ നിങ്ങൾ ഏതൊരു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും ഇതാണ് ഒരു സോഷ്യൽ അഡോപ്ഷൻ കർവ്. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് അഡോപ്ഷൻ കർവ് എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഓരോ പെർസെൻറ്റേജ് ആളുകളും ഏതൊക്കെ ഘട്ടത്തിൽ നമ്മുടെ ഇതിനെ സ്വീകരിക്കും, ഏതൊക്കെ രീതിയിലാണ് അവർ സ്വീകരിക്കുന്നതാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്ത കുറച്ച് കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കോച്ചിങ് സെഷനുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ വരുന്ന ജനുവരി 1 ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാം. ഇനിയിപ്പോൾ ജനുവരിയിലല്ല, നിങ്ങൾക്ക് മാർച്ചിലാണ് അല്ലെങ്കിൽ മെയ്യിലാണ്, നോ പ്രോബ്ലം. നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു വർഷം ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ബിസിനസ്സിന് നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്ന് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കോച്ചിങ് പ്രോഗ്രാമാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ്. ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാമാണ്. ചാണക്യ കോച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 5 കോടിക്ക് മുകളിലുള്ളവർക്കാണ് ഈ ചാണക്യയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾ സർവീസ് ഇൻഡസ്ട്രിയിലാണ് എങ്കിൽ 50 ലക്ഷത്തിൻ്റെ മുകളിലുള്ള ആളുകൾക്കാണ് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5 കോടി ആൻഡ് 50 ലക്ഷം. കാരണം 5 കോടി അല്ലെങ്കിൽ 50 ലക്ഷം എന്ന് പറയുന്നത് ഒരു സർവീസ് ബിസിനസ്സോ അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സോ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയ ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ബിസിനസ്സിന് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ട് വേണ്ടത് തീർച്ചയായിട്ടും നല്ല സ്ട്രാറ്റജികളാണ്, നല്ല ടീമാണ്, നല്ല സിസ്റ്റമാണ്, ബിസിനസ്സിൻ്റെ സ്കെയിലപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് 5 കോടിയിൽ നിന്ന് 500 കോടി ഗ്രോത്തിലേക്ക്, 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിലപ്പ് കോച്ചിങ് നടത്തുന്നത്. ഈ ചാണക്യ പ്രീമിയം കോച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്കെയിലപ്പ് കോച്ചിങ് ആണ്. സോ നിങ്ങളുടെ ബിസിനസ്സിന് ആ ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ബി പാർട്ട് ഓഫ് ദിസ് ചാണക്യ. ഇനി അതല്ല, നിങ്ങളുടെ ബിസിനസ്സിന് തുടക്കക്കാരാണ്, നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ,
അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമറെ ഗ്രാബ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെ ടീമിനെ ഹയർ ചെയ്യണം, ആരെയാണ് ടീമിലേക്ക് ഹയർ ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ സ്ട്രാറ്റജി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ്, പ്രൈസിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, പർച്ചേസ് എവിടെ നിന്നാണ് നടത്തേണ്ടത് തുടങ്ങിയ ഒരു ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷനിൽ വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയിട്ട് അതായത് പ്രോഡക്റ്റ് മേഖലയിലാണെങ്കിൽ 5 കോടിക്ക് താഴെയും സർവീസ് മേഖലയിലാണ് 50 ലക്ഷത്തിൻ്റെ താഴെയുമുള്ള ആളുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമാണ് BMC എന്ന് പറയുന്ന ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്. ഇത് ബിസിനസ്സിലെ തുടക്കക്കാർ 5 കോടിക്ക് താഴെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ താഴെ സർവീസ് ബിസിനസ് ചെയ്യുന്ന കൊല്ലത്തിൽ കേട്ടോ ഒരു വർഷത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഇതും ഈ ജനുവരി 1 തുടങ്ങുന്നത്. സോ യു ക്യാൻ ബി പാർട്ട് ഓഫ്. അതായത് നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും 1 വർഷത്തെ കോച്ചിങ് ആണ് കിട്ടുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരു പറ്റം ഓൺടർപ്രണേഴ്സിൻ്റെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുക എന്നുള്ളതാണ് ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഇതിലൂടെ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ കോഴ്സിനെ കുറിച്ചെല്ലാം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, വളരെ കുറഞ്ഞ ഫീസോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ബിസിനസ്സിന് അടുത്ത കുറഞ്ഞ വർഷം കൊണ്ട് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയം കളയേണ്ട. ഒന്നുകിൽ ചാണക്യയിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. സോ ഒരിക്കൽ കൂടി, ഞാൻ കസാക് ബെൻജാലി, the business coach.